സംരംഭക വർഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്ന സംരംഭക സഭയ്ക്ക് ജില്ലയിൽ ഡിസംബർ 13-ന് തുടക്കമാവും. ജില്ലാതല ഉദ്ഘാടനം തിരൂരിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പരിപാടി ഒരുക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഏകോപിപ്പിച്ച് സംരംഭകരുടെ പ്രശ്നങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ പരിഹാരം കാണുക, അവർക്ക് സഹായകരമാകുന്ന വിവിധ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികളെ പരിചയപ്പെടുത്തുക, സംരംഭകർക്കുള്ള വിവിധ ആവശ്യങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് സംരംഭക സഭയുടെ പ്രധാന ലക്ഷ്യം. സംരംഭക സഭയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ഡിസംബർ 13-ന് രാവിലെ 10 മണിക്ക് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനാകും. MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, P നന്ദകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഒരു കാര്യം, സംരംഭകത്വം സംബന്ധിച്ച് സംരംഭകത്വത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ജില്ലയാണ് മലപ്പുറം. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ നടപടിയെടുത്തുകൊണ്ട് സംരംഭക സഭകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലും നടത്തുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വിവിധ ലൈസൻസുകൾ കൊടുക്കേണ്ടതും റെഗുലേറ്ററുമായിട്ട് വരുന്നത്. അപ്പോൾ സംരംഭകത്വത്തിന് വളരെയധികം സാധ്യതയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരുണ്ട്, മെച്ചപ്പെട്ട മാൻ പവറുണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ സംരംഭകത്വത്തിന് അനുകൂലമായ ഒരു ഇക്കോസിസ്റ്റം നമുക്ക് രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സംരംഭകർക്ക് സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കിച്ചു കൊടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക, അതിലെ റിസ്ക് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട ലൈസൻസിങ് ആ റെഗുലേഷൻസിനെ പറ്റി വ്യക്തമാക്കി കൊടുക്കുക. അതോടൊപ്പം ഈ പ്രാദേശിക സർക്കാരുകൾ ലൈസൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വരുന്ന കാലതാമസം ഒഴിവാക്കുകയും സംരംഭകരെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ സംരംഭത്തിൽ വരുന്നവർ പലരും പരിചയസമ്പന്നത കൊണ്ട് പല കുഴപ്പങ്ങളിലേക്കും പോകാറുണ്ട്. സാധാരണ ലോൺ സംബന്ധിച്ചും ഫിനാൻസ് സംബന്ധിച്ചും ടാക്സേഷൻ സംബന്ധിച്ചും റെഗുലേഷൻ സംബന്ധിച്ചും. അപ്പോൾ ഇക്കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായൊരു ധാരണ കൊടുക്കുന്നതിന് ഈ പ്രാദേശിക തലത്തിൽ നടത്തുന്ന സംരംഭക സഭകൾ കാരണമാണ്. അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്ക് ഒരു നല്ല പങ്ക് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയും. കാരണം പല സംരംഭകരും വിവിധ പരാതികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പരാതികൾ അഭിമുഖീകരിക്കും. അപ്പോൾ പരാതികൾ സംബന്ധിച്ച് വ്യക്തമായ കാരണങ്ങളുള്ളതും ഇല്ലാത്തതുമായ പരാതികൾ വരാറുണ്ട്. ചില അടിസ്ഥാനരഹിതമായ പരാതികൾ വരാറുണ്ട്. ഒരു പക്ഷേ അടിസ്ഥാനരഹിതമായ പരാതികളോ വാർത്തയുടെ പേരിലൊക്കെ ചില സംരംഭങ്ങൾ നിർത്തിപ്പോകേണ്ട എക്സ്പീരിയൻസ് നമ്മുടെ ജില്ലയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്ത കൊടുക്കുന്ന സമയത്തും വ്യക്തമായ ഒരു ധാരണയോടെ മനസ്സിലാക്കി അതിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സംരംഭവും ആരംഭിച്ചാൽ അതിന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ അതിന് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം പൊതുവെ പല സംരംഭകരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എല്ലാത്തിനുള്ള എതിർപ്പുകൾ. അതോടൊപ്പം തന്നെ ലൈസൻസ് കൊടുക്കുന്ന പല ഗവൺമെൻറ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള കാലതാമസം അല്ലെങ്കിൽ അനാവശ്യമായ പരിശോധനകൾ എന്നിവയും സംരംഭകത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതും പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് സംരംഭകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അതിൻ്റെ ഉദ്ഘാടനം നാളെ തിരൂർ വെച്ച് നടത്തുകയാണ്. അത് തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ സഭ നടക്കും. അപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ പോലുള്ളൊരു ജില്ലയിൽ ഒരുപക്ഷെ ഗൾഫിലെ സാധ്യതകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെടാനോ ജോലിയുടെ സാധ്യത കുറഞ്ഞു വരുന്നതോ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംരംഭങ്ങൾ വരേണ്ടതാണ്. ഈ സംരംഭ വർഷത്തിൽ നമുക്കുണ്ടായ നേട്ടം വളരെ നല്ല നേട്ടമാണ്. ഒരു വർഷത്തെ ടാർഗറ്റ് നമുക്ക് 8 മാസം കൊണ്ട് തന്നെ അംഗീകരിക്കാൻ സാധിച്ചു എന്നുള്ള വ്യവസായ വകുപ്പിൻ്റെ വലിയ നേട്ടമാണ്. അത് നേട്ടം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുന്നതിനേക്കാൾ ഉപരി അതിനെ നിലനിർത്തുകയും പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുവരികയും വലിയൊരു വ്യവസായമായിട്ട് വളർത്തുകയും ചെയ്യുന്നതിനുള്ള ഒരു സഹായമാണ് ഉദ്യോഗസ്ഥരും സംവിധാനവും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ നിലപാടിലുണ്ടായ ഒരു മാറ്റം കൊണ്ട് തന്നെ സംരംഭങ്ങൾ വളരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി. അത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ സ്വാഗതം ആശംസിക്കും. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യപ്രഭാഷണം നടത്തും. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേശ് വിഷയാവതരണം നടത്തും. തുടർന്ന് ക്ലാസുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്.
പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. ഹൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.